എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിരയൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊന്നൊരു കൂവപ്പായസം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിനുവേണ്ട സാധനങ്ങളാണ് അരമുറി തേങ്ങ ചെരുവിയത്, കൂവപ്പൊടി, ജീരകം പൊടിച്ചത്, ശർക്കര. നമുക്ക് കൂവപ്പൊടി ഒന്ന് നന്നായിട്ട് കലക്കി വെക്കാം കേട്ടോ. ഞാൻ ആ ഒരു ബൗൾ കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബൗളിൽ 6 ബൗൾ വെള്ളമാണ് കേട്ടോ ഞാൻ പായസം റെഡിയാക്കാൻ ഞാൻ ആകെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കൂവപ്പൊടി എടുക്കുന്നത് ആ പാത്രത്തിൽ 6 പാത്രം വെള്ളം കണക്കാക്കിയിട്ട് പായസം റെഡിയാക്കിയ എല്ലാം കറക്റ്റ് ആവും കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടിയാണ്, ഒരു കലർപ്പ് ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്, നല്ലോണം കട്ടിയാവേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് കൂവ കലക്കിയതും ശർക്കര പാനിയും കൂടിയിട്ട് പായസം റെഡിയാക്കാം കേട്ടോ. തീ വല്ലാതെ കൂടും വേണ്ട കുറയും വേണ്ട, അങ്ങനെ ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജീരകം പൊടിച്ചത് ചേർക്കാം. ജീരകപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കാം കേട്ടോ. ഇങ്ങനെയാണ് ട്രഡീഷണലായിട്ട് ഗോപായസം ഉണ്ടാക്കുക, അതുകൊണ്ടാണ് ഞാൻ ജീരകപ്പൊടി എടുത്തത്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് നെയ്യിൽ വറുത്തിട്ട് അതും വേണമെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.